ലൈറ്റ് ഓഫ് ചെയ്യണം. നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത് ആരെയും പാടി പുകഴ്ത്തുക എന്നുള്ളതല്ല, തെറ്റ് കണ്ടാൽ അത് തെറ്റായി തന്നെ പറയുക എന്നുള്ളതാണ്. നമസ്കാരം. നമ്മൾ ഇന്നലെ ഒരു വാർത്ത പുറത്ത് വിട്ടിരുന്നു. അതായത് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്നും നമ്മൾ പകർത്തിയ ഒരു ദൃശ്യമായിരുന്നു അത്. അതായത് KSRTCയുടെ നിലവിലുള്ള ഓർഡിനറി ബസ്സുകളെയെല്ലാം തന്നെ സിറ്റി ഫാസ്റ്റാക്കി മാറ്റുന്നു എന്നുള്ളതായിരുന്നു വാർത്ത. ഈ വാർത്തയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ട് നിരവധി പേർ നിലവിലിപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. നമ്മൾ പകർത്തിയ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. അതായത് കിഴക്കേക്കോട്ടയിലുള്ള ഈ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് KSRTC ബസ്സുകൾ കടന്നു വരുന്നു. അതിൽ ഓർഡിനറി ബസ്സുകളുണ്ട്, നിലവിലോടുന്ന സിറ്റി ഫാസ്റ്റുകൾ, നിരവധി ഫാസ്റ്റ് പാസഞ്ചർ എന്നിങ്ങനെയുള്ള നിരവധി ഗണങ്ങളിൽപ്പെട്ട ബസ്സുകളുണ്ട്. ഈ ബസ്സുകളിൽ, ഈ ഓർഡിനറി ബസ്സുകളിൽ ഉൾപ്പെടെ സിറ്റി ഫാസ്റ്റ് എന്ന് എഴുതുന്ന എന്നുള്ള ഒരു സ്റ്റിക്കർ പതിപ്പിക്കുന്ന ദൃശ്യമാണ് നമ്മൾ പകർത്തി പുറത്ത് വിട്ടത്. എന്തായാലും നമ്മുടെ ക്യാമറ ഇന്നലെ ഓണാക്കിയതിന് ശേഷം ഇവർ മനസ്സിലാക്കുന്നു ഇത് മാധ്യമപ്രവർത്തകരാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഈ സ്റ്റിക്കർ ഒട്ടിക്കാൻ കഴിയാതെ അവർ പിന്നോട്ട് പോകുന്നതായി നമ്മൾ ദൃശ്യങ്ങൾ പുറത്ത് വിട്ടതാണ്. എന്തായാലും ഈ വാർത്തയ്ക്ക് പിന്നാലെ വലിയ വിമർശനങ്ങളും അതുകൂടാതെ അനുകൂലിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വരുന്നുണ്ട്. എന്തായാലും സത്യാവസ്ഥ ഇതാണ്. തലസ്ഥാനത്ത് ഓടുന്ന പല ഓർഡിനറി ബസ്സുകളും നിലവിലിപ്പോൾ സിറ്റി ഫാസ്റ്റാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ വാർത്ത പുറത്ത് വന്നതിന് പിന്നാലെ നമുക്ക് വ്യക്തമായി ലഭിക്കുന്ന വിവരം, ഈ സ്റ്റിക്കറുകൾ പല ജില്ലകളിലും ഒട്ടിച്ചിരിക്കുന്നത് ഇടത് മുന്നണിയിൽപ്പെട്ട ആൾക്കാരാണ്. അതായത് ഇടത് തൊഴിലാളി യൂണിയനിൽപ്പെട്ട KSRTC ജീവനക്കാരാണ് ഇത്തരത്തിൽ വ്യാപകമായി KSRTCയിൽ സിറ്റി ഫാസ്റ്റ് എന്ന് എഴുതി ഒട്ടിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൂടാതെ പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യം, ഈ സിറ്റി ഫാസ്റ്റ് എന്നുള്ള സ്റ്റിക്കറുകൾ എവിടെ നിന്ന് ഇത്തരത്തിൽ അധികമായി ലഭിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ തലസ്ഥാനത്ത് ഉൾപ്പെടെ മറ്റ് ജില്ലകളിലെല്ലാം തന്നെ നടന്നിരിക്കുന്നത് ഓർഡിനറി ബസ്സുകളിൽ ഉൾപ്പെടെ വ്യാപകമായി സിറ്റി ഫാസ്റ്റ് എന്നെഴുതിയ സ്റ്റിക്കറുകൾ ഒട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മന്ത്രിയുടെ ഓഫീസ് അടക്കം ഇടപെട്ട് കണ്ണൂരിലടക്കം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തടയപ്പെട്ടു എന്നുള്ള വ്യക്തമായുള്ള റിപ്പോർട്ടുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ പ്രിയദർശിനി എന്ന സൗജന്യ യാത്രാ പദ്ധതിയെ ഇടത് യൂണിയനുകൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഓർഡിനറി ബസ്സുകളിൽ സിറ്റി ഫാസ്റ്റ് എന്ന് എഴുതി ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറുകൾ ഗതാഗത വകുപ്പ് പറിച്ചു മാറ്റുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. അതുകൂടാതെ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഇന്ന് പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിന് നമ്മളും പോയിരുന്നു. ഇവിടെ വെച്ച് നമ്മൾ ഗതാഗത മന്ത്രി CP ജോണുമായി സംസാരിച്ചു. അദ്ദേഹം ഈ വാർത്ത പുറത്ത് വിട്ടതിനെ ഏറെ നീരസത്തോടു കൂടിയാണ് നോക്കിക്കണ്ടിരിക്കുന്നത്. അതായത് ഈ വാർത്ത ചെയ്തതിനെതിരെ വളരെ വലിയ നീരസമാണ് നിലവിലിപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾ സത്യാവസ്ഥയാണ് നിലവിലിപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത് ആരെയും പാടി പുകഴ്ത്തുക എന്നുള്ളതല്ല, തെറ്റ് കണ്ടാൽ അത് തെറ്റായി തന്നെ പറയുക എന്നുള്ളതാണ്. ആ യാഥാർത്ഥ്യമാണ് ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടതും. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.